മുസ്ലിം ലീഗ് നേതാവും മുൻ മന്ത്രിയുമായിരുന്ന കുട്ടി അഹമ്മദ് കുട്ടി അന്തരിച്ചു. 71 വയസ്സായിരുന്നു. ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ തദ്ദേശ വകുപ്പ് മന്ത്രിയായിരുന്നു. താനൂരിലെ വീട്ടിലായിരുന്നു അന്ത്യം. ഖബറടക്കം രാത്രി 8:30 താനൂർ വടക്കേപ്പള്ളി ജുമാ മസ്ജിദിൽ നടക്കും. മുസ്ലിം ലീഗ് പാർട്ടിക്ക് വലിയ നഷ്ടമാണ് കുട്ടി അഹമ്മദ് കുട്ടിയുടെ വിയോഗത്തിലൂടെ ഉണ്ടായതെന്ന് പി.കെ. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. മനുഷ്യനെയും പ്രകൃതിയെയും ഒരുപോലെ സ്നേഹിച്ച വ്യക്തിയായിരുന്നു കുട്ടി അഹമ്മദ് കുട്ടിയെന്ന് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം അനുസ്മരിച്ചു. അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ ഞങ്ങളൊക്കെ ഒരുമിച്ച് കോളേജിലുണ്ടായിരുന്ന ആ കാലം തൊട്ട് അത് കഴിഞ്ഞ് താഴെ തട്ടിൽ നിന്ന് ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ്, അതുപോലെ ജില്ലയിൽ അങ്ങനെ താഴെ തട്ടിൽ നിന്ന് വളർന്നു വന്ന ഒരു നേതാവാണ്. പിന്നെ MLA ആയി, മന്ത്രിയായി. അദ്ദേഹം ഒട്ടേറെ പരിഷ്കാരങ്ങൾ, ഇപ്പോൾ അംഗപരിമിതർക്ക് വേണ്ടി അദ്ദേഹം നടത്തിയ പരിഷ്കാരം കേരളത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ അധികാര വികേന്ദ്രീകരണ രംഗത്ത് കുട്ടിയാമുട്ടിയുടെ സംഭാവന നിസ്തുലമാണ്. പാർട്ടിയുടെ ഏറ്റവും സൗമ്യനായ, അതേ അവസരത്തിൽ ജനകീയനുമായ ഒരു ധീഷണാശാലിയായിരുന്നു കുട്ടിയാമുട്ടി സാഹിബ്. നന്നായി വായിക്കുക. അദ്ദേഹത്തിൻ്റെ വരുമാനത്തിൻ്റെ ഏറിയ പങ്കും ചെലവഴിച്ചത് പുസ്തകങ്ങൾ വാങ്ങാനും പീരിയോഡിക്കൽസ് വാങ്ങാനും ഒക്കെയാണ്. ആ വായിച്ചതൊക്കെ നന്നായി പ്രാവർത്തികമാക്കാനും അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. ജംഷീർ കൊടിഞ്ഞി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ജംഷീർ, അദ്ദേഹത്തിന്റെ വിയോഗത്തെ പാർട്ടിയും സഹപ്രവർത്തകരും ഒക്കെ എങ്ങനെയാണ് കാണുന്നത്? അതുപോലെ ഈ ഖബറടക്കം സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? തീർച്ചയായിട്ടും അമൃത, ഇന്ന് ഏതാണ്ട് 10 മണിയോടുകൂടി, രാവിലെ 10 മണിയോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചത്. അദ്ദേഹത്തിൻ്റെ വസതി, താനൂരിലുള്ള വസതിയിൽ വെച്ച് തന്നെയായിരുന്നു അന്ത്യം സംഭവിച്ചത്. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. സജീവമായിട്ട് തന്നെ അദ്ദേഹം ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും സജീവമായിട്ട് തന്നെ പൊതുരംഗങ്ങളിലും അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിൻ്റെ പാർട്ടി വേദികളിലൊക്കെ സജീവമായിട്ട് ഉണ്ടായിരുന്ന ഒരു വ്യക്തിത്വം കൂടിയായിരുന്നു അദ്ദേഹം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 3 തവണ MLA ആയിരുന്നു. 1992 അദ്ദേഹം താനൂരിൽ ആദ്യം നിയമസഭയിലേക്ക് വരുന്നത്. പിന്നീട് 96-ലും 2001-ലും തിരൂരങ്ങാടിയിൽ നിന്നും നിയമസഭയിലേക്ക് വന്നു. 2004-ൽ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ അദ്ദേഹം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയും ആയി തുടർന്നിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന് ചെറിയ അപകടം സംഭവിക്കുകയും പിന്നീട് ആരോഗ്യപരമായ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു. പക്ഷേ എങ്കിൽ പോലും അദ്ദേഹം പാർട്ടി പരിപാടികളിലും പൊതുപരിപാടികളിലും ഒക്കെ സജീവമായി പങ്കെടുക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം പോലും അത്തരം പാർട്ടി നേതാക്കന്മാരുമായും പ്രവർത്തകരുമായൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ സംസാരിച്ചൊരു വ്യക്തിയായിരുന്നു. ഇന്ന് രാവിലെയാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. ഏതാണ്ട് 10 മണിയോട് കൂടിയാണ്. ഇപ്പോൾ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ മറ്റു ചടങ്ങുകൾ, ഔപചാരികമായിട്ടുള്ള മതപരമായിട്ടുള്ള ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പൊതുദർശനത്തിന് ഇവിടെ വെച്ചിട്ടുണ്ട്. പ്രമുഖരായ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർ, സമൂഹത്തിൻ്റെ നാനാതുറകളിൽ നിന്നുള്ള ആളുകൾ, രാഷ്ട്രീയ രംഗത്തുള്ളവരും അതോടൊപ്പം തന്നെ സാംസ്കാരിക രംഗത്തുള്ള ആളുകൾ ഉൾപ്പെടെ നിരവധി പേർ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വസതിയിലെത്തി അദ്ദേഹത്തിന് അവസാനമായി ഒരു നോക്ക് കാണാനും അന്ത്യോപചാരം അർപ്പിക്കാനുമായി നിരവധി ആളുകൾ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് വൈകുന്നേരം രാത്രിയോടുകൂടി ഏതാണ്ട് 8:30 കൂടിയായിരിക്കും അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഖബറടക്ക ചടങ്ങുകൾ ഉണ്ടാവുക എന്നുള്ളത്. അദ്ദേഹം തന്നെ മഹല്ല് പ്രസിഡന്റായിട്ടുള്ള താനൂർ വടക്കേപ്പള്ളിയിലായിരിക്കും, പള്ളിയിലെ ഖബർസ്ഥാനിലാണ് ഖബറടക്ക ചടങ്ങുകൾ നടക്കുക. ഇന്ന് രാത്രി 8:30 കൂടിയായിരിക്കും ഖബറടക്ക ചടങ്ങുകൾ നടക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ തന്നെ, താനൂരിലുള്ള വസതിയിൽ തന്നെ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ് മൃതദേഹം. നിരവധി ആളുകൾ, മുസ്ലിം ലീഗിൻ്റെയും അല്ലാതെ തന്നെയുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും മറ്റു മേഖലയിൽ നിന്നുള്ള നിരവധി ആളുകളാണ് ഇവിടെ അന്ത്യോപചാരം അർപ്പിക്കാനായി എത്തിയിരിക്കുന്നത്. പൊതുവെ അദ്ദേഹം എപ്പോഴും സാധാരണക്കാരായ ആളുകളുമായി ചേർന്ന് നിൽക്കുന്ന, അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന, പ്രത്യേകിച്ച് ഈ താനൂരിലെ തീരദേശ മേഖലയിൽ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിലൊക്കെ സജീവമായി ഇടപെടുന്ന ഒരു വ്യക്തിത്വമായതുകൊണ്ട് തന്നെ ആ മേഖലകളിൽ നിന്നുള്ള സാധാരണക്കാരായ ഒട്ടനവധി ആളുകൾ അദ്ദേഹത്തിൻ്റെ ഈ വീട്ടിൽ ഇപ്പോൾ അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനായി എത്തിയിരിക്കുകയാണ്. ഏതായാലും മറ്റു നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയായതിനു ശേഷം രാത്രിയോട് കൂടിയായിരിക്കും, രാത്രി 8:30 കൂടിയായിരിക്കും അദ്ദേഹത്തിൻ്റെ ഖബറടക്ക ചടങ്ങുകൾ നടക്കുക. ശരി, ജംഷീർ കൊടിഞ്ഞിയാണ് വിവരങ്ങൾ നൽകിയത്.